ഹായ് ഓൾ. ഞാനൊരു കുഞ്ഞു നൊസ്റ്റാൾജിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് ലോങ് ആയിട്ട് പോകും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നതാ. ഞാൻ ചെറുതായിരുന്നപ്പോക്കും ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ റെഗുലർ ആയിട്ട് ബാലരമ, ബാലഭൂമി അതൊക്കെ വാങ്ങുമല്ലോ. ബാലരമയാണ് മെയിൻ. കളിക്കുടുക്കയായിരുന്നു ആദ്യം. പിന്നെ അത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ കയറി കഴിഞ്ഞപ്പോക്കും അത് കട്ട് ചെയ്തിട്ട് ബാലരമയിലേക്ക് അപ്ഗ്രഡേഷൻ തന്നു എനിക്ക്. ബാലരമ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രി വരെയൊക്കെ ബാലരമ തന്നെ വായിച്ച് വളർന്നതെന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാലരമ. പിന്നെ ബാലഭൂമി പൂമ്പാറ്റയൊക്കെ ഞാൻ വായിക്കുന്നത് അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴാണ്. അവിടെ വേറെ ആരും കളിക്കാനൊന്നുമില്ല എനിക്ക്. അപ്പോ അമ്മയുടെ ചേട്ടനുണ്ട്, ആൻസങ്കിൾ കൊണ്ടുപോയിട്ട് വാങ്ങിത്തരുന്നതാണ്. അതപ്പോ ചിലപ്പോ ബാലഭൂമി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ പൂമ്പാറ്റ ഉണ്ടാവും, ചിലപ്പോ ദിവസം കൂടുന്നതിനനുസരിച്ചിട്ട് ബോബനും മോളിയും ഒക്കെ വാങ്ങും. അത് ഡിപ്പെൻസ് ഓൺ ഞാൻ എത്ര ഡേയ്സ് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ബോറടിക്കും എനിക്ക് പെട്ടെന്ന്. ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് ബോറടിക്കുന്നത് കാരണം ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനത്തെ ബുക്സ്, അതിപ്പോഴും അതെ, എനിക്ക് ഇങ്ങനത്തെ ബുക്സ് വായിക്കാനായിട്ട് താല്പര്യമാണ്. അല്ലാതെ ഇങ്ങനെ എന്താ പറയാ വലിയ നോവൽ ബുക്സോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഈ ഒരു ബാലരമയുടെ ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോക്കും, അതായത് അമ്മ വഴക്ക് പറയാൻ തുടങ്ങിയില്ലേ എന്നെ ബാലരമ വായിക്കണേന്, അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഡൈജസ്റ്റ് വാങ്ങാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് വാങ്ങിയ ഡൈജസ്റ്റ് കൽക്കരിനെ കുറിച്ചിട്ടുള്ള ഡൈജസ്റ്റ് ആയിരുന്നു. അത് വായിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഡൈജസ്റ്റ് ഞാൻ വായിക്കാറേ ഇല്ല. അതിന്റെ നടുക്കിൽ പേജ് ഉണ്ടല്ലോ, ആ പേജിന് വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും, അതിങ്ങനെ വലിയൊരു ഷീറ്റ് ആയിരിക്കും, അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ബിൽഡിങ്ങുകളോ അങ്ങനത്തെ ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിക്ചേഴ്സ് ആയിരിക്കുള്ളൂ കൊടുത്തിട്ടുണ്ടാവുന്നത്. അത് നമ്മളുടെ പ്രൊജക്റ്റിനും അസൈൻമെന്റിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. പക്ഷെ ഞാൻ അതൊന്നും വെട്ടി ഉപയോഗിക്കത്തില്ല. അതെല്ലാം ഇങ്ങനെ ഫയലിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ബാലരമ അതൊക്കെ ചാക്കിനകത്തും കാർട്ടൺ ബോക്സിനകത്തൊക്കെ ആക്കിയിട്ട് പുറത്തടുക്കളയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കടൽ കയറിയപ്പോ അതെല്ലാം പോയി, കടൽ കൊണ്ടുപോയി. അപ്പോ ആ ഒരു വിഷമം എനിക്കുണ്ട്. കാരണം ഞാന് ഭയങ്കര ചെറിഷ് ചെയ്യുന്ന മെമ്മറീസ് ആണത്. പിന്നെ നമ്മൾ ചെറുതായിരുന്നപ്പോ വായിച്ചിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് സ്നേഹസേനയാണ്. അത് സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. അത് ഒരു വർഷത്തേക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട്, ഞങ്ങൾ പഠിക്കുമ്പോൾ 2 രൂപയായിരുന്നു സ്നേഹസേനയ്ക്ക്. അത് വാങ്ങാറുണ്ടായിരുന്നു റെഗുലർ ആയിട്ട്. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ വേറൊരു ഇതുകൂടെ കിട്ടുമായിരുന്നു ബുക്ക്. അത് പക്ഷെ എന്താന്ന് ഞാൻ ഓർക്കണില്ല. ഞാൻ കുറെ ആലോചിച്ചു നോക്കി, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അത് ആ ബുക്കിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അതിനകത്ത് പക്ഷെ ഫുൾ ഇങ്ങനെ ഭയങ്കര സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്, പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ ആസ് എ 90s കിഡ് ഞാനിങ്ങനെ പല മെമ്മറീസും ഓർത്തുപോയി. നമ്മളുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഭയങ്കര ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. അതായത് നമ്മള് ഇങ്ങനെ കളിച്ചും വളർന്നിട്ടുണ്ട്. ടെക്നോളജി വന്നപ്പോൾ അതിന്റെ ഒപ്പം വളർന്ന ആൾക്കാരാണല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഓർക്കുട്ടൊക്കെ എത്ര പേര് ഇപ്പൊ ഓർക്കുന്നുണ്ടാവും എനിക്ക് അറിയത്തില്ല. ഓർക്കുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട് ഫേസ്ബുക്കിനൊക്കെ മുന്നേ. എന്നിട്ട് ഫേസ്ബുക്ക് വന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നു, വാട്സപ്പ്. ഇപ്പൊ എന്നാ ഇല്ലാത്ത എന്തോ, ഇപ്പൊ ത്രെഡ്സോ അങ്ങനെ എന്തോ കൂടെ ഉണ്ട്. അതെനിക്കറിയത്തില്ലേ, ഞാൻ അതിനകത്തില്ല. എന്തൊക്കെ സാധനങ്ങളല്ലേ. പക്ഷെ നമ്മളുടെ ആ ഒരു ടൈമൊന്നും തിരിച്ചു വരത്തില്ല. ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും ഒരു 9th onwards ആണ് പരിപാടിയൊക്കെ ഉള്ളത്. നമുക്ക് അന്ന് 3000 മെസ്സേജസ് SMS ആണ്. കീപാഡ് ഫോൺ അല്ല എല്ലാരും യൂസ് ചെയ്യുന്നത്. അപ്പൊ 3000 SMS ആണ് ഒരു മന്തിലേക്ക് റീചാർജ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് നമ്മള് റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം 100 SMS വെച്ചിട്ട് അയക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സിന് മെസ്സേജ് അല്ല, മിസ് കോൾ അടിക്കല്. എന്നെ എന്നിട്ടൊരു ആന്റി വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ. കാരണം നമ്മളിങ്ങനെ കളിക്കാനാണ് മിസ് കോൾ അടിച്ച്. അവിടുന്ന് കോൾ അറ്റൻഡ് ചെയ്തേക്കാളും മുന്നേ കോള് കട്ട് ചെയ്യണം. അതാണേ. അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ള മീൻസ് നല്ല രസല്ലേ. വാട്ട് എ നൈസ് മെമ്മറീസ് അല്ലേ. എന്നാ പോട്ടെ ഞാൻ. ടാറ്റാ. നിങ്ങളിതൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഈ ബുക്കുകളൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ടാറ്റാ.